Next on the agenda is HRMA 844 by our Secretary Lata Asnair. Please welcome HRMA Secretary Lata Nair to stand. Good evening, everyone. I hope you are enjoying today's evening. And together, what we're trying to do here is taking a trip down the memory lane in 2021. So we all know in many ways the pandemic has left an indelible mark in all of our lives. And it was no different for HRMA. We had our struggles, our battles, but despite the pandemic condition, the new HRMA committee, which took position in January 2021, led by Ms. Raj Dharmarajan, President HRMA, we have put our best efforts in all directions so that we can roll out programs that benefits our community at large. പാൻഡമിക് എന്ന മഹാമാരിയിൽ നമുക്ക് ഓരോരുത്തർക്കും നഷ്ടപ്പെട്ട ഉറ്റവരെയും ഉടയവരെയും എല്ലാവരെയും സ്നേഹം നിറഞ്ഞ ആദരാഞ്ജലികളും പ്രാർത്ഥനകളും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് HRMA എന്താണ് 2021 അച്ചീവ് ചെയ്തെന്നുള്ളത് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. So I have a slideshow today. Prajesh Shekhar will be helping me with the slides. So ആദ്യം ഈ HRMയുടെ ഇയറിൻ്റെ ആദ്യത്തെ പകുതി എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് ആയിരുന്നു, നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മുടെ എഫേർട്സ് മൊത്തം എങ്ങനെ നമുക്ക് ഈ കോവിഡിൻ്റെ ഈ ഒരു കോവിഡ് എങ്ങനെ നമ്മളെ കൊണ്ട് എങ്ങനെ കുറയ്ക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് കൂടുതൽ വാക്സിനേഷൻസ് എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതായിരുന്നു. അപ്പം നമുക്ക് പക്ഷേ അതിൽ ഇൻഫ്രാസ്ട്രക്ചറോ റിസോഴ്സസോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഹേഗ് ഫാർമസിയുടെ കോവിഡ് വാക്സിൻ അവർ നടത്തുന്നതായിട്ട് നമ്മുടെ അറിവിൽ വന്നത്. സോ വി actually we joined hands with Hague Pharmacy so that all of our community could take vaccination from them. Then the COVID has surged in India, so we actually organized a fundraising campaign so that India can battle COVID-19, and with the help of all of you, we could raise $1,525. That is in rupees 1,06,750 rupees, and we donated all of that to CMDRF, Chief Minister CMDRF, and thanks to each and every one of you who made an impact on our lives of our loved ones back in India. അടുത്തതായി HRMA ചെയ്തത് മലയാളം ക്ലാസ്സസ് പുനരാരംഭിക്കുകയാണ് ചെയ്തത്. അപ്പോൾ മെയിലാണ് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ 14 കുട്ടികൾ ആണ് എൻറോൾ ചെയ്തത് ഈ ബാച്ചിൽ. ചഞ്ചൽ റേച്ചലിൻ്റെ നേതൃത്വത്തിലാണ് ഈ ക്ലാസ്സസ് നടന്നത്. അപ്പം നമ്മൾ സൂം വഴിയാണ്, കോവിഡിൻ്റെ ഒരു എഫക്റ്റ് കാരണം സേഫായിട്ട് സൂം വഴിയാണ് നമ്മൾ ക്ലാസ്സസ് മുഴുവൻ നടത്തിയത്. അപ്പം ടുവേർഡ്സ് ദ എൻഡ്, അപ്പം ക്ലാസ്സിന് അവസാനത്തിൽ നമുക്കൊരു സീക്രട്ട് സാന്റ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ദാറ്റ് വാസ് എക്സ്ക്ലൂസീവ്ലി ഫോർ മലയാളം ക്ലാസ് സ്റ്റുഡൻസ്. ഓൾസോ വി ഹാഡ് എ വെരി ഫൺ ക്യാൻവാസ് പെയിൻറ്റിംഗ് സെഷൻ. That was in collaboration with News Paint Bar. I'm sure the kids had fun exchanging gifts and see their art on canvas for the first time. I would like to take this moment to thank all our selfless volunteers, parents and the kids who kept this going. The next one was a Clean the Bay Day. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ചെസ്വിക് ബേ ഫൗണ്ടേഷൻ കൂടെ നമ്മൾ അനുബന്ധിച്ച് വർക്ക് ചെയ്യുന്നതാണ് ക്ലീൻ ദ ബേ ഡേ പറഞ്ഞിട്ട്. ഇറ്റ്സ് എ വോളണ്ടിയർ പ്രോഗ്രാം. അപ്പോൾ ഈ വർഷം ഭയങ്കര സക്സസ്ഫുൾ ആയിരുന്നു ബിക്കോസ് അവർ യൂത്ത് ക്ലബ് took the efforts and there were 38 volunteers who took part in Clean the Bay Day. ക്ലീൻ ദ ബേ ഡേയിൽ നമ്മൾ ഈ വർഷം തിരഞ്ഞെടുത്തത് സാൻഡ്രിഡ്ജ് ബീച്ചാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടി എടുത്തത്. അപ്പോൾ നിങ്ങൾ താഴെ കാണുന്ന ഫോട്ടോ ആക്ച്വലി ഈ വർഷത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ആക്ച്വലി നമ്മൾ one of the best photos ആയിട്ട് സെലക്ട് ചെയ്തതാണ്. So congrats to all the youth club members who participated in Clean the Bay Day. HRMA sports. അപ്പോൾ സ്പോർട്സ് വാസ് ഓൾവേസ് പാർട്ട് ഓഫ് HRMA. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് നമ്മൾ ഒരു ടെന്നീസ് ടൂർണമെൻറ്റ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് വെരി സക്സസ്ഫുൾ. വി ഹാഡ് 32 players from our community, and ഈ ടെന്നീസ് ടൂർണമെൻറ്റിൻ്റെ പേര് PV Shumar Memorial Evergreen Tennis Tournament എന്നാണ്. And the highlight was, it was suited for all kind of players, from experts to beginners.
നമുക്ക് ഒരു ABCD ഇവൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. A being the experts and D being the beginners. അപ്പോൾ ഇതിൻ്റെ വിന്നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ A കാറ്റഗറിയിൽ father son duo Dr. Joy Karnarkar and George Karnarkar, and they won the 2021 PV Chimar Memorial Ever Rolling Trophy. Give a big round of applause to them. And we actually the trophies were awarded to all the winners and the losing finalists in each brackets. And thank you. From the bottom of our hearts, we thank Cyril's family for all the support, sponsorship to make this happen. And we truly appreciate the time and effort of all the volunteers who participated and making sure the tennis tournament was a big event. HRMA Youth Club. So Youth Club was always on a roadmap, but ഈ വർഷമാണ് നമ്മൾ യൂത്ത് ക്ലബ്ബ് ഒരു റിയാലിറ്റി ആക്കിയത്, ഡ്രീമിന് ഒരു റിയാലിറ്റി ആക്കിയത്. ആൻഡ് ദാറ്റ് വാസ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് TJ Abraham. ജിഗു ആണ് ഇതിന് നേതൃത്വം നൽകിയത്. ആൻഡ് നമ്മളൊരു യൂത്ത് ക്ലബ് ലീഡേഴ്സിനൊക്കെ എലക്ട് ചെയ്തിട്ടാണ് ചെയ്തത് ത്രൂ പ്രോപ്പർ ഇൻ്റർവ്യൂ പാനൽ ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ നമുക്ക് HRMA യൂത്ത് ക്ലബ് ലീഡേഴ്സിനെ കാണാം ഇവിടെ. ഐ വുഡ് ലൈക്ക് ടു ടേക്ക് ദിസ് മൊമെന്റ് ടു acknowledge our യൂത്ത് ക്ലബ് ലീഡേഴ്സ്. We have Tirtha Dineshan and Ashwin Alex as the youth club supervisors, Eden Varghese as youth club secretary, Abigail Cyril as youth club leader, Angelina P. Nair as public relations officer, Luthia Philip as events coordinator. ഇതാണ് നമ്മുടെ യൂത്ത് ക്ലബ് ടീം എന്ന് പറഞ്ഞാൽ, യൂത്ത് ക്ലബ് ലീഡേഴ്സ് ടീം എന്ന് പറഞ്ഞാൽ. നമുക്കത് അവർ മാത്രമല്ല, നമുക്കൊരു 40 യൂത്ത് ക്ലബ് മെമ്പേഴ്സ് ഉണ്ട് ഈ യൂത്ത് ക്ലബിൽ ഹു ആർ എൻറോൾഡ് ഇൻ യൂത്ത് ക്ലബ്. അപ്പോൾ അവർ പല പ്രോഗ്രാംസ് ചെയ്യാറുണ്ട്. HRMA ഇപ്പം നിങ്ങൾ തന്നെ കണ്ടു പല പ്രോഗ്രാംസ് യൂത്ത് ക്ലബ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അത് കൂടാതെ തന്നെ അവരുടെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാംസ് ഉണ്ട്. ഒന്ന് യൂത്ത് ക്ലബ് മൂവി നൈറ്റ് ആയിരുന്നു. സോ ഇറ്റ് ഹാപ്പൻ നിസ്രാജ് റെസിഡൻസ്. അപ്പോൾ അത് ഭയങ്കര ഒരു ഫണ്ണായിട്ടുള്ള ഈവൻ്റ് ആയിരുന്നു. ദേ ഹാഡ് ഔട്ട്ഡോർ ഗെയിംസ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോൾ അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ വോളണ്ടിയേഴ്സിനും നന്ദി. The next one was a Thanksgiving food drive. So they wanted to, do something for the community. അങ്ങനെയാണ് Thanksgiving food drive വന്നത്. അപ്പോൾ അവർ തന്നെയാണ് ഓർഗനൈസ് ചെയ്ത് ഒരു 355 LPS ഓഫ് നോൺ പെരിഷബിൾ ഫുഡ് ഐറ്റംസ് ആണ് കളക്ട് ചെയ്ത് ഇത് മൊത്തം നമ്മുടെ ഫുഡ് ബാങ്ക് ഓഫ് സൗത്ത് ഈസ്റ്റേൺ വെർജീനിയയ്ക്ക് കൈമാറുകയും ചെയ്തു. ആൻഡ് ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ഫോർ ദം ടു think about the needy. And the last one from the youth club is a Thanksgiving party. They had fun. So it was a potluck party. All the parents pulled in. അപ്പോൾ അത് Bayside Presbyterian Church Fellowship ഹാളിലാണ് നടന്നത്. അപ്പോൾ അവിടെ നമ്മുടെ Thanksgiving ലഞ്ച് മാത്രമായിരുന്നില്ല. They had craft, they had game sessions. It was a fun party. Thanks to youth club subcommittees, all the youth club leaders, Dr. Govindan Pala for their involvement with the event. അപ്പം ഈ ഒരു യൂത്ത് ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ നടക്കണമെങ്കിൽ യൂത്ത് ക്ലബിൻ്റെ ഒരു പ്രോഗ്രാം നടക്കണമെങ്കിൽ നിങ്ങൾ ഓരോരുത്തരുടെയും പാരൻസിൻ്റെ ഒക്കെ ഹെൽപ്പ് വളരെ അത്യാവശ്യമാണ്. കാരണം അത്രയും കുട്ടികളാണ് ഇതിലുള്ളത്. നമ്മൾ ഈ പാൻഡമിക്കിൻ്റെ സമയത്ത് നമ്മുടെ വീടുകൾ തുറന്ന് അത് പ്രാക്ടീസിനും എല്ലാത്തിനും തന്നെ എല്ലാവർക്കും വളരെയധികം നന്ദി. നമ്മൾ ഇനിയും യൂത്ത് ക്ലബിൻ്റെ പ്രവർത്തനങ്ങൾ കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഈ വർഷവും അവർ നന്നായിട്ട് ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ പ്രത്യാശ. HRMA Onam. So I am sure that would be a memorable event for most of you because all of you participated in some form or other. അപ്പോൾ നമ്മുടെ HRMA Onam ഈ പ്രാവശ്യം വളരെ ഭംഗിയായിട്ട് എനിക്കൊരു നമ്മൾ ഇതുവരെ നടത്തിയതിൽ ഏറ്റവും വലിയൊരു വെന്യൂ ആയിരുന്നു HRMA ഓണത്തിന് നമ്മൾ തിരഞ്ഞെടുത്തത്. വെന്യൂ മാത്രമല്ല, സദ്യ ആണെങ്കിലും എല്ലാവരുടെയും ഒരു കൈപ്പുണ്യം ഒക്കെ ആയിട്ട് ഇലയിൽ വിളമ്പൊരു സദ്യയായിരുന്നു. അതുകൂടാതെ കൾച്ചറൽ പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. മാത്രമല്ല നമുക്ക് ഇപ്രാവശ്യം ഹൈലൈറ്റ് ആയിട്ട് ഒരു ഫൺ ഗെയിംസ് ഉണ്ടായിരുന്നു. നമ്മൾ സാധാരണ കൾച്ചറൽ പെർഫോമൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇപ്രാവശ്യം ഭയങ്കര ഒരു ഓർഗനൈസ്ഡ് ആയിട്ടൊരു ഈവൻ്റ് ആയിരുന്നു ഓണം എന്ന് പറഞ്ഞാൽ. അപ്പം അതിനകത്ത് ഫിലിപ്പച്ചായൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ സദ്യ വിളമ്പിയിട്ടത്. അപ്പം അതിന് വളരെ വലിയൊരു നന്ദി ഫിലിപ്പച്ചായന്. അന്ന് അഹോരാത്രം പണിയിൽ ഒത്തിരി പേരുണ്ട്. നിങ്ങളിൽ ഓരോരുത്തരും അതിനുവേണ്ടി കഷ്ടപ്പെട്ടവരാണ്. അപ്പോൾ ആ സദ്യ വിളമ്പി എല്ലാവരെയും മനസ്സ് നിറച്ചതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വലിയ നന്ദി. HRMA പിക്നിക്. അപ്പോൾ നമുക്ക്
പിക്നിക് നടത്താൻ പറ്റില്ല, ഇടയ്ക്ക് വെച്ചിട്ട് കോവിഡ് സർജ് അഗെയിൻ ഹാപ്പൻസ്. പിക്നിക്ക് നടത്താൻ പറ്റിയില്ല. പക്ഷെ നമ്മൾ ഒക്ടോബറിൽ പിക്നിക് നടത്തി. അത് ചെസ്പിക് സിറ്റി പാർക്ക് ഷെൽട്ടറിൽ വെച്ചാണ് നടത്തിയത്. അപ്പോൾ അതിൽ പങ്കെടുത്തവർക്ക് അറിയാം, ഇഷ്ടംപോലെ പ്രൈസസ് ഉണ്ടായിരുന്നു, റാഫിൾസ് ഉണ്ടായിരുന്നു, ഗെയിംസ് ഉണ്ടായിരുന്നു, കോമ്പറ്റീഷൻസ് ഉണ്ടായിരുന്നു, സ്പെഷ്യൽ ഗെയിം കോർണർ ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികൾക്കൊക്കെ അപ്പം തന്നെ ഇൻസ്റ്റൻറ്റ് ഗിഫ്റ്റ്സ് കിട്ടുന്ന ഗെയിം കോർണേഴ്സൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ മെനി ഓഫ് ദി കിഡ്സ് റിയലി എൻജോയ്ഡ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു തട്ടുകട കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തട്ടുകടയിൽ ക്യൂ അപ്പ് ആയിരുന്നു ആക്ച്വലി ഫുഡ് വാങ്ങിക്കാനും എല്ലാം. ഫിലിപ്പച്ചായൻ്റെ ഒരു മാന്ത്രിക കൈകൾ തന്നെ പറയാം. എല്ലാവരും ശരിക്കും നമ്മളൊക്കെ എൻജോയ് ചെയ്ത ഒരു തട്ടുകട കോൺസെപ്റ്റ് ആയിരുന്നു. വി ഹോപ്പ് ടു ബ്രിങ് ഈ വർഷം പിക്നിക് ഉണ്ടെങ്കിൽ അത് നടത്തണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അപ്പോൾ അതിനകത്ത് ഒത്തിരി വോളണ്ടിയേഴ്സ് സെൽഫ്ലെസ്ലി വർക്ക് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വലിയ നന്ദി. HR-ന്റെ ന്യൂസ് ലെറ്റർ, അപ്പോൾ നിങ്ങൾക്കെല്ലാം ഓരോ കോപ്പി കാണും. HR-ന്റെ ന്യൂസ് ലെറ്റർ ഒരു വർഷത്തെ 2 ന്യൂസ് ലെറ്റേഴ്സാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ഈ വർഷത്തെ ന്യൂസ് ലെറ്ററിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കൊരു കിഡ്സ് കോർണറുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ കുട്ടികളുടെ ക്രിയേറ്റീവ് ആർട്സ് ടാലൻസ് എല്ലാം നമുക്ക് അയച്ചു തരാം. നമ്മളത് പബ്ലിഷ് ചെയ്യുന്നതാണ്. സോ യു ക്യാൻ സീ ദ പിക്ചേഴ്സ് ഓഫ് കിഡ്സ് ഹവ് ഷെയർ ദെയർ ഗ്ലിംസ് ഓഫ് ദെയർ ക്രിയേറ്റിവിറ്റി. സോ എൻജോയ് റീഡിങ് ദാറ്റ്. HR ബ്ലഡ് ഡ്രൈവ്. അപ്പോൾ നമ്മൾ ഒരു നോൺ പ്രോഫിറ്റ് ആണ്. അപ്പം നമുക്ക് നമ്മുടേതായ ചാരിറ്റി ഇവൻറ്റ്സ് നടത്തണം. അപ്പോൾ ബ്ലഡ് ഡ്രൈവ് വാസ് വൺ ഓഫ് ദ ചാരിറ്റി ഇവൻറ്റ് വി കണ്ടക്റ്റഡ് ദിസ് ഇയർ. അപ്പോൾ അത് ഈ സെയിം ഹാളിൽ വെച്ചാണ് നമ്മൾ ബ്ലഡ് ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് എ ഹ്യൂജ് സക്സസ്. അപ്പം അമേരിക്കൻ റെഡ് ക്രോസിൻ്റെ കൂടെയാണ് നമ്മൾ ബ്ലഡ് ഡ്രൈവ് ചെയ്തത്. വി കളക്റ്റഡ് അറൌണ്ട് 34 units of blood, and that's a big thing. And we are planning to conduct another one this year. Hope whoever couldn't participate last time, you can be part of it this time. HR ക്രിക്കറ്റ് ടീം. അപ്പോൾ കേരള കോമ്പൻസ് എന്നാണ് നമ്മുടെ HR ക്രിക്കറ്റ് ടീമിൻ്റെ പേര്, കേരള കോമ്പൻസ് HR. അപ്പോൾ ഈ വർഷം അവർ won the 8th Ruchik Patel Memorial Cricket Tournament RPMT. അപ്പോൾ this is the first championship win since their inception in 2016, and definitely a milestone win for them. ഇതൊരു മൈൽസ്റ്റോൺ വിന്നാണ് HR ക്രിക്കറ്റ് ടീമിന്. ഇനിയും ഇങ്ങനത്തെ ഒത്തിരി മൈൽസ്റ്റോൺ വിൻസ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഐ എം ഷുവർ ലോട്ട് ഓഫ് വിൻസ് ആർ ഓൺ ദ വേ. HR സ്പോൺസർഷിപ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു നോൺ പ്രോഫിറ്റിന് ഏറ്റവും അത്യാവശ്യം ഫണ്ട്സാണ് നമ്മുടെ ആക്ടിവിറ്റീസും റോഡ് മാപ്പിൽ പ്ലാൻ ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റീസ് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ഒരു സ്പോൺസർഷിപ്പ് കമ്മിറ്റി വളരെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് നമുക്കൊരു $1,750 plus coupons we collected. And our sponsors for last year were Royal Bazaar, Deepak Satish Realtor Fathom Realty, Lakeshore Dental, Anas Halal Grocery, and Papa John's. And that being said, they are the lifeblood of HR. So we truly appreciate all the efforts from your end in making sure you support our activities. So നിങ്ങളുടെ സ്പോൺസർഷിപ്പ് കൊണ്ടാണ് ഞങ്ങൾക്ക് പല പരിപാടികളും നമ്മൾ മാറ്റി വെച്ച് എല്ലാം ചെയ്യാൻ പറ്റുന്നത്. ഒരു വലിയ നന്ദി അതിന്. That being said, thank you for being so patient. I know it was a little dry in between. കോവിഡ് എന്ന മഹാമാരി മാറി നമുക്ക് എല്ലാവർക്കും ഈ അസാധാരണത്തിൽ നിന്ന് സാധാരണത്തിലേക്ക് പെട്ടെന്ന് തന്നെ വരട്ടെ. ഇനി നമുക്ക് ഒന്നിച്ച് ഒത്തിരി ഈവൻറ്റ്സും മെമ്മറീസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. യു എൻജോയ് ദ റെസ്റ്റ് ഓഫ് ദ ഈവനിങ്.